ഇത് ഒരു വലിയൊരു പിറവി ഇന്ന് നടക്കുകയാണ്. കേരളത്തിലെ മലയാളികളുടെ മനസ്സ് വിശക്കുന്നവൻ്റെ കൂടെയാണ് എന്ന് നമ്മൾ തെളിയിക്കുകയാണ്. വിശക്കുന്നവൻ ആരും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ കൊറോണ എന്ന് പറയുന്ന ഈ തീച്ചൂളയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു ഫിനിക്സ് പക്ഷിയാണ് ഈ ക്ലോത്ത് ബാങ്ക് വേഴ്സസ് ഫുഡ് ബാങ്ക്. അതായത് നമ്മളൊക്കെ കരഞ്ഞും വിലപിച്ചും വിഷമിച്ചിരിക്കുന്ന സമയത്തും അവരൻ്റെ വിശപ്പും അവന് നാണം മറയ്ക്കാൻ വസ്ത്രമില്ലാത്ത അവസ്ഥകളും പരിഹരിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഈ ക്ലോത്ത് ബാങ്ക് ആൻഡ് ഫുഡ് ബാങ്കിന്റെ അർത്ഥം. ഇത് ഇവിടെ ഞാൻ ഈ കടങ്ങോട് പള്ളിയിൽ വന്നിട്ട് ആറ് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ കൊറോണ കാലത്തുണ്ടായ ചില ചിന്തകളാണ് ഇങ്ങനൊരു കാര്യം ചിന്തിക്കാനിടയായത്. അത് വളരെയധികം ജനങ്ങൾ ഏറ്റെടുത്തു. ആയിരക്കണക്കിന് ബണ്ടിലുകളാണ് ഇവിടെ കേരളത്തിലല്ല, ഹൈദരാബാദ്, മുംബൈ, ബാംഗ്ലൂർ, പല സംസ്ഥാനങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് കണ്ടെയ്നറുകൾ പുറപ്പെടാൻ നിൽക്കുകയാണ്. നമ്മുടെ വീടുകളിലുള്ള വസ്ത്രങ്ങൾ, ഈ വസ്ത്രങ്ങളെല്ലാം നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു, പിന്നെ എടുത്തില്ല, പിന്നെ അതവിടെ വെച്ചു. വീടുകളിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വസ്ത്രം എടുത്ത് പുറത്തേക്ക് കളയാനും തോന്നുന്നില്ല, ഉടുക്കാനും തോന്നുന്നില്ല. അങ്ങനത്തെ കുറെ വസ്ത്രങ്ങൾ ഉടുക്കാനും പറ്റണില്ല, കളയാനും പറ്റണില്ല. അതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു വലിയൊരു ഷോപ്പാണ്, ഗുഡ്വിൽ ഷോപ്പ് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഒരു സംസ്കാരമാണ് നമ്മളിവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചെറിയ വിലയ്ക്ക് അത് വാങ്ങിക്കാം. ആ പണം കൊണ്ടാണ് നമ്മൾ ഇവിടെയുള്ള തൃശ്ശൂർ മാത്രമല്ല കേരളത്തിലെ എല്ലാ അഗതി മന്ദിരങ്ങളിലേക്കും നമ്മൾ 1-ാം തീയതി ആയാൽ അന്ന് ഡ്രൈ ഡേ ആണ്. പക്ഷെ അഗതി മന്ദിരങ്ങൾക്ക് അന്ന് ഫുൾ ഡേ ആണ്, ഡ്രൈ അല്ല. ഡ്രൈ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. മനസ്സിലാവാത്തവരാരും ഉണ്ടെങ്കിൽ കൈ വെക്കണം. അപ്പൊ അതുകൊണ്ട് 1-ാം തീയതി ഡ്രൈ ഡേ എന്ന് പറയുമ്പോ അഗതി മന്ദിരങ്ങളിലെ ആഘോഷത്തിന്റെ ദിവസമായി മാറണം. അന്ന് ഉച്ചയ്ക്ക് അവര് ബിരിയാണി കഴിക്കണം. അപ്പൊ ഇവിടെ ഈ ക്ലോത്ത് ബാങ്ക് ഇവിടെ നിന്ന് എല്ലാ ഡ്രസ്സുകളും സോർട്ട് ചെയ്ത് ഈ ഷോപ്പിൽ നിന്ന് പലരും വിചാരിക്കുമ്പോൾ ആൾക്കാർ വന്ന് വാങ്ങിക്കോ എന്നുള്ളത്. ഇന്നലെ തന്നെ വന്ന ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങി. നമ്മളെ ബോർഡുകളൊക്കെ വയ്ക്കുന്നുണ്ട്, ക്ലോത്ത് ബാങ്ക്, ക്ലോത്ത് ബാങ്ക്. ആൾക്കാരോട് വരും. നിങ്ങളിപ്പോ ആൾക്കൊരു ഗസ്റ്റിന് ഒരു സാരിയോ വസ്ത്രം കൊടുക്കാൻ നോക്കുമ്പോ 2000-3000 വരെ വസ്ത്രം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോ അയ്യോ ഈ കളർ എനിക്ക് ഇഷ്ടമില്ലാട്ടാ, അവിടെ വെച്ചു. നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിക്കുമ്പോ 100 രൂപയ്ക്കും 200 രൂപയ്ക്കും 300 രൂപയ്ക്കും 4 വാങ്ങിച്ചു വന്ന് കൊടുക്കുമ്പോ അതിൽ ഒരേ കളറ് അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആകെ കൂടി ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണ കാശ് കൊണ്ട് 4 വസ്ത്രം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുക. അപ്പൊ എന്തുണ്ടാവും? അതിൽ ഒരെണ്ണം അവര് എന്തായാലും എടുക്കും. അപ്പൊ അങ്ങനെ ഈ സംസ്കാരം നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് അഗതി മന്ദിരങ്ങളിലെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നത്. ഇപ്പോ മനു അപ്പനും കൂടി ഇന്ന് വന്നിരിക്കുകയാണ്. അവരാണ് ഈ 1000 ബിരിയാണി ഇന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഞാനത് വാർത്ത ഇന്ത്യൻ ന്യൂസ് പേപ്പറുകളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 6 പേര് സ്പോൺസർ ആയി. ഇന്ന് നേരം എടുത്തപ്പോൾ അത് 12 പേരായി. അപ്പൊ 6 മാസം കൊണ്ട് നമ്മൾ 100 പേരെ സ്പോൺസർഷിപ്പ് വരും. അപ്പോൾ എല്ലാ അഗതി മന്ദിരങ്ങളിലും 1-ാം തീയതി ഉച്ചയ്ക്ക് എന്താ ഭക്ഷണം എന്ന് ചോദിച്ചാൽ ബിരിയാണി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത്. ഇതോടൊപ്പം ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഈ കാരുണ്യസ്മൃതി ചുക്കാൻ പിടിക്കുന്ന ഇവിടെ ജോസേട്ടനാണ് സ്വാഗതം പറഞ്ഞ ജോസേട്ടൻ, എലിസബത്ത് ടീച്ചർ, ബാബു, ലൈജു, അങ്ങനെ ഒരു ടീമുണ്ട്. ആ ടീമാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. കൂടാതെ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ പള്ളി ഇതിവിടെ ഒന്നിനും ഉപയോഗിക്കാത്ത അവസ്ഥയിൽ കിടക്കുക. ഇതൊക്കെ ഷീറ്റൊക്കെ മാറ്റി അതിന്റെ ഉള്ളൊക്കെ ഫെയർ ചെയ്തത് വയലത്തൂരുള്ള ജോയേട്ടന്റെ മകൻ ഡിനു, പിന്നെ ബാബു, വയലത്തൂരുള്ള ധാരാളം എൻ്റെ സുഹൃത്തുക്കളാണ് ഈ പണിക്കൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തില് ഇത് ചെയ്തു തന്നത്. ഇത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് ഈ ഇടവകയില് നമ്മുടെ കൈക്കാരന്മാരൂടെ ഉണ്ട്. ഒന്ന് ബൈജു കൂടി ഉണ്ട്, മറ്റൊരു ബൈജു ലിയോ ഉണ്ട്, 3 കൈക്കാരന്മാരൂടെ ഉണ്ട്. ഇവിടെ നമ്മളിത് തുടക്കം കുറിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരോടൊക്കെ പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ഇതോടൊപ്പം നമ്മൾ വിധവകൾക്ക് നമ്മൾ കാടയും കൂടുമായിട്ട് കൊടുക്കണം. അവർക്കൊരു ജീവിതമാർഗം, ചെറിയൊരു മാർഗം. അത് ഓരോരുത്തരും വിളിച്ച് പറയുന്ന അച്ഛൻ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇന്നിവിടെ കല്യാണത്തിന് ബുദ്ധിമുട്ടുന്ന 4 കുടുംബങ്ങൾക്ക് നമ്മളിവിടെ 50,000 രൂപ സ്വർണവും കൊടുക്കുന്നുണ്ട്.
നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാത്രം ഭക്ഷിച്ചാൽ പോരാ, നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരാ, അവരനും കൂടി സന്തോഷിക്കാൻ നമ്മൾ കാരണമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുക, നമ്മുടെ ജീവിതത്തിന് സന്തോഷം ഉണ്ടാകുക. കൊറോണയല്ല, എന്തെല്ലാം രോഗങ്ങൾ വന്നാലും നമ്മൾ എന്തായാലും ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോ എന്താണ് ഈ ലോകത്തിന് നമ്മൾ കൊടുത്തത്, അല്ലാതെ ലോകത്തിൽ നിന്ന് എടുത്തതല്ല ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംസ്കാരം നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവർ മരിച്ചുപോയവരുടെ ഓർമ്മ ദിവസം അല്ലെങ്കിൽ കല്യാണം എന്നൊക്കെ വരുമ്പോ ഇന്ന് 50 പേർക്ക് പങ്കെടുക്കാൻ പറ്റില്ല, 50 മാക്സിമം 100. അപ്പൊ ഈ ഭക്ഷണമൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇവന്റ് മാനേജ്മെന്റ്, ഫ്ലവർ ഡെക്കറേഷൻ, പിന്നെ എന്താണ് ഫുഡ്, ഇതിനൊക്കെ ലക്ഷങ്ങൾ ചെലവഴിക്കണതാണ്. അപ്പൊ ആ പൈസ ലാഭമാണെന്ന് കരുതരുത്. എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ നിങ്ങളോടല്ല പറയണട്ടാ, മീഡിയ വഴി കേൾക്കാൻ പോണ ആൾക്കാരോടാണ് ഈ പറയണത്. നിങ്ങളുടെ കയ്യിലൊന്നും ഇതില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഭംഗിയാക്കാം. അതായത് ഒരു 67-70 രൂപ ഉണ്ടായാൽ നമുക്ക് 1000 ബിരിയാണി വെച്ച് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാം, കൊടുക്കാം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. അത് വിശക്കുന്നവന് കൊടുക്കുമ്പോ നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ കല്യാണത്തിന് 3000 പേരെ ക്ഷണിച്ചു കൊണ്ടിട്ട് ആ 3000 പേര് പോണ നേരത്ത് എന്തൊട്ടൊക്കെ അറിയണ്ടത് കിട്ടാൻ പോണ സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് തൃപ്തിയായ ചരിത്രം ഈ ലോകത്ത് കേട്ടണ്ട ഇല്ല. ഇതാണെങ്കിലോ ഒരു കംപ്ലൈന്റും ഇല്ല, വൃത്തിയായിട്ട് നമുക്ക് വിളമ്പാൻ ആൾക്കാരെ വെക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇതാക്കി മന്ദിരങ്ങളിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾ മറ്റത് 2000-3000 പേർക്ക് ഭക്ഷണം വെച്ചപ്പോ കറി ഇത്തിരി ശരിയല്ലട്ടാ, ആൾക്കാർക്ക് വയറ്റിലെന്തോ പ്രശ്നം പറയുന്നുണ്ട്, ആകെ കോളാവിട്. അതിനേക്കാൾ എത്ര നല്ലതാണ് നിങ്ങള് 1000 പേർക്കുള്ള ബിരിയാണി കൊണ്ടു കൊടുത്തോട്ടാണ്. സിമ്പിൾ ഐഡിയ ആണ്, പെട്ടെന്ന് പറഞ്ഞു പോയി, ഐഡിയ കയ്യിൽ പോയി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇന്ന് കേൾക്കുന്നവരൊക്കെ മനസ്സിലാക്കണം, ഇതൊക്കെ മറ്റു രാജ്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന സിസ്റ്റംസ് ആണ്. അപ്പൊ അതിലേക്കാണ് നമ്മൾ തുടക്കം കുറിക്കാൻ പോണത്. നമ്മളിത് ഇന്നിവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും കാലത്ത് ഒരു 9:30 തൊട്ട് വൈകിട്ട് 5 മണി വരെ ക്ലോത്ത് ബാങ്ക് ഓപ്പൺ ആണ്. ആർക്ക് വേണമെങ്കിലും വന്ന് ഇവിടുന്ന് ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊണ്ടുപോകാം. എല്ലാ മാസവും 1-ാം തീയതി നമ്മൾ ഈ തൃശ്ശൂര് ഇപ്പൊ നമ്മൾ തുടക്കം കുറിക്കണു. ഇനി ഇതെല്ലാ ജില്ലകളിലേക്കും നമ്മൾ വ്യാപിക്കും. അതുപോലെ മറ്റ് ജില്ലകളിൽ ആർക്കെങ്കിലും സ്ഥലം തരാൻ, ഷോപ്പിന് സ്ഥലം തരാൻ, പള്ളി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ സ്ഥലം കിട്ടി, ഞാനിവിടെ വികാരി ആയതുകൊണ്ട്. അതുപോലെ സ്ഥലം ഇപ്പൊ ചാലക്കുടിയിൽ ഒരാൾ സ്ഥലം തരാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ എവിടെയൊക്കെ സ്ഥലം തരാൻ തയ്യാറുണ്ടോ അവിടേക്കൊക്കെ ഇവിടുന്ന് സോർട്ട് ചെയ്ത് ഈ ഡ്രസ്സുകളൊക്കെ അവിടെ കൊണ്ടുവയ്ക്കും. അവിടെ അതുകൊണ്ട് പൈസകൾ കിട്ടും. അതുകൊണ്ട് ആ ജില്ലയിലുള്ള എല്ലാവരുടെയും ഭക്ഷണം കൊടുക്കുന്ന സംവിധാനമാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ എല്ലാ മാസത്തിലും 1-ാം തീയതി 20 കിഡ്നി രോഗികൾക്ക്, ഇത് ഡയാലൈസർ എന്ന് പറഞ്ഞ സാധനമാണ്. ഇതൊരു കിഡ്നിയാണ്. ഇത് നീളത്തിലുള്ള കിഡ്നി, നമ്മുടെ വയറ്റിലിരിക്കുന്നത് റൗണ്ടിലുള്ള കിഡ്നി. ഇതാണ് കിഡ്നി രോഗികൾക്ക് ഭക്ഷണത്തെക്കാൾ പ്രധാനപ്പെട്ടത്. 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ശരീരത്തിന് മുഴുവൻ രക്തം എടുത്ത് ഇതിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് കയറ്റിയില്ലെങ്കിൽ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ല. ഇവിടെ 1-2 പേര് വന്നിട്ടുണ്ട്, അവർ കൈബന്ധിച്ച് അവർ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. ഒന്ന് പിന്നെ ആരാ ബന്ധുക്കളോട് എത്തിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ കൊടുക്കുകയാണ്. എല്ലാ മാസവും നമ്മൾ കിഡ്നി ഫെഡറേഷന്റെ പേരിൽ നമ്മൾ 20 രോഗികൾക്ക് കിഡ്നി ഈ ഡയാലിസിസ് കൊടുക്കും. ഇത്രയും പരിപാടികളൊക്കെയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ലോകം നന്നാവാൻ വലിയ പാലുണ്ടായിട്ട് കാര്യമില്ല. മറ്റേ ശബരിമലയിൽ വരാൻ എയർപോർട്ട് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ വിശക്കുന്നവൻ, ഭക്ഷണം ഇല്ലാത്തവൻ നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടാവണം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എല്ലാ വികസനവും. വയറ് നിറഞ്ഞിട്ട് വേണ്ടേ ഉറങ്ങാൻ, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. ചിലവർക്ക് വയറ് നിറഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റില്ല. നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം വരില്ല. എന്തേ ഭക്ഷണം ഇത്തിരി കൂടിപ്പോയി. ചില ആൾക്കാർക്ക് വിശന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല. രണ്ടും അർത്ഥത്തിൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വയറ് നിറഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാര് ഒന്ന് കുറയ്ക്കുക. അപ്പോ ഈ വിശന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തവർക്ക് ഉറക്കം കിട്ടും. 2 ആൾക്ക് ഉറക്കം കിട്ടും, കൂട്ടായിട്ട് കിടന്ന് ഉറങ്ങാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംസ്കാരം നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. ഈ മുഖംമൂടി വെച്ചിട്ട് പറയണ കാരണം ആരാണെന്ന് അറിഞ്ഞില്ല എന്ന് പറയരുത്. ഇത് ഞാൻ തന്നെയാണ്, ഡേവിസ് ചെർമലച്ചൻ.
അതുകൊണ്ട് ഈ വീഡിയോ പോകുമ്പോ ആൾക്കാര് ആരുണ്ടത് ഞാനാണ് ആരെ ഡേവിസൺ വിളിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കി നിങ്ങൾ വീട്ടിലേക്ക് ചെന്നിട്ട് പറയാ, അടുത്ത വീട്ടുകാരോട് പറയാ, മോനെ കല്യാണല്ലേ കുറച്ച് വർഷം കൊടുത്തോണ്ട് അല്ല ഇത് നടത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളത് നടത്തണ്ടാ ബിരിയാണി കാച്ചെടുത്തേക്ക്. അങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഈ സംസ്കാരം പടർന്ന് സമൂഹത്തിൽ വലിയൊരു മലയാളിയുടെ മനസ്സ് കാണുന്ന ഒരു ദിവസമായി തീരട്ടെ 1-ാം തീയതി. മറ്റേത് 1-ാം തീയതി എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്കാർക്ക് മറ്റേ ഡേറ്റ് ഓർമ്മ പറയണേ, അത് മാറ്റണ്ടേ? 1-ആണോ? അതെ. ഓ എന്തേ 1അല്ലേ? അതെ. ആ ഓർമ്മ നല്ല അല്ല. ഈ 1-ാം തീയതി വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 31-ാം തീയതി പോയി വാങ്ങിച്ചു വെക്കണ്ടേ? അതാണ് അതിന്റെ പ്രശ്നം. 1-ാം തീയതി അറിയാണ്ട് പോയി കഴിഞ്ഞാൽ തലേദിവസം വാങ്ങിച്ചില്ല, ബുദ്ധിമുട്ടായി. അപ്പൊ അതുകൊണ്ട് 1-ാം തീയതി പറയുമ്പോ അങ്ങനത്തെ ഒരു ഓർമ്മയില്ലാതെ നമുക്ക് 1-ാം തീയതി പറഞ്ഞാൽ ബിരിയാണി ഓർമ്മ വരണം. 1-ാം തീയതി ബിരിയാണി, ബിരിയാണി 1-ാം തീയതി, അങ്ങനെ ഒരു ഓർമ്മയില് നിൽക്കണം. അതുപോലെ വരണ്ടേ. ഇപ്പൊ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ഒരു ഷൈന വന്നിട്ടുണ്ട്. ഷൈനയാണ് അവിടുത്തെ ചാലക്കുടിയിലെ നമ്മുടെ ക്ലോത്ത് ബാങ്കിന്റെ ഉത്തരവാദിത്വം അവിടുത്തെ ആൾക്കാർ ഏറ്റെടുത്തുള്ളത്. അവരവിടെ ഒരു സ്ഥലവും ഓൾറെഡി ഷോപ്പിനുള്ള സ്ഥലവും ഒരാൾ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഈ 1-ാം തീയതി ഉദ്ഘാടനം ആണെങ്കിൽ ഡിസംബർ 1-ാം തീയതി അവിടെ ഉദ്ഘാടനമാണ്. അപ്പൊ അങ്ങനെ ഓരോ മാസവും ഓരോ സ്ഥലത്ത് ക്ലോത്ത് ബാങ്കുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു സംരംഭത്തോടുള്ള ആഭിമുഖ്യവും സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും പ്രത്യേകം ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മൾ കുറച്ചു കാലത്തെ ജീവിതം കൊണ്ട് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ 0 മാർക്കുള്ളൂ. അതുകൊണ്ട് കുറച്ചു കാലത്തെ ജീവിതം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കൊക്കെ പ്രേരണ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് കരുതുന്നു. നമ്മുടെ ഈ ഒരു ക്ലോത്ത് ബാങ്കിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ആൾക്കാർ ഈ ക്ലോത്ത് ബാങ്ക് ഈ ഡ്രസ് ഇട്ടിരിക്കുന്ന ആൾക്കാരാണ്, ഈ ഇടവക്കാരാണ്. അവരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ജോൺസൺ, ബ്രീന, ബിബി, ജോഫി, ഇവരാണ് ഇവിടെ ഈ ഓഫീസിൽ ഉണ്ടായിരിക്കുക. വേറെ 2-3 പേരും കൂടെ ഇതിന്റെ കോർഡിനേഷൻ ഉണ്ട്. തൽക്കാലം ഇവർ ഇതിനോട് കൂടെ നമ്മൾ തുടങ്ങും. ഇവിടെ ഒരു മിഷൻ, തയ്യൽ മിഷൻ, നല്ലൊരു തയ്യൽ മിഷൻ ഒരാൾ സ്പോൺസർ ചെയ്തു. ഒരു 5-6 അയൺ ബോക്സ്, മേശ, ഇതൊക്കെ വേറെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി നല്ല വലിയൊരു ഇത് വേണം, ഈ വാഷിംഗ് മെഷീൻ. അത് ചെറുതല്ല, 30 കിലോ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ 1 മണിക്കൂറോട് വാഷ് ചെയ്തിരിക്കുന്ന മെഷീൻ. 6 ലക്ഷം രൂപ വരുള്ളൂട്ടായി, കുഴപ്പമില്ലല്ലോ. പിന്നെ അയൺ ചെയ്യണ മെഷീൻ ഉണ്ട്, 5.5 ലക്ഷം രൂപ വരും. സാരി ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങടെ പോകുമ്പോൾ അയൺ ചെയ്തിട്ട് മടക്കി എടുത്താൽ മതി. പിന്നെ ഒരു ഡ്രയർ ഒരു 2.5 ലക്ഷത്തിൽ കിട്ടും. ഇതൊക്കെ കൂടെ വന്നാൽ കേരളത്തിലേക്ക് നമ്മുടെ പഴയ ഡ്രസ്സുകൾ പുതിയതാക്കി, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് അങ്ങോട്ട് തരും. അപ്പോഴും വന്ന് വീഞ്ഞ് അത് വേണ്ടിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ പഴയതിനെ ഒക്കെ നമുക്ക് പുതിയതാക്കി. ഈ കെട്ടിടം പഴയതായിരുന്നു, കൈക്കാരന്മാർക്കറിയാം. നമ്മൾ പുതിയതാക്കി. ഈ വസ്ത്രങ്ങളൊക്കെ പഴയതായിരുന്നു. ഇനി നിങ്ങൾ നോക്കുമ്പോൾ അവിടെ കടക്കുമ്പോൾ കാണാം പുതിയതാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ വേസ്റ്റ് എന്ന് പറയുന്ന പല കാര്യങ്ങളും പുത്തലാക്കാൻ, വാല്യൂ ആഡഡ് ആക്കാൻ വേണ്ടി പറ്റും. അതാണ് ഈ സംരംഭത്തിന്റെ ആത്മാവ്. ഇവിടെ ഇതിന്റെ ഉദ്ഘാടന കർമ്മത്തിലൂടെ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ ടാക്സിന്റെ സജീവ അംഗം, അതിന്റെ വൈസ് ചെയർമാൻ, കോർഡിനേറ്ററായിട്ട് കുറേ വർഷങ്ങൾ നമ്മുടെ ഒപ്പമുള്ള വത്സേട്ടനാണ്. വത്സേട്ടൻ ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ ചെയർമാനാണ്. അപ്പൊ അദ്ദേഹമാണ് ഇതിന് ഉദ്ഘാടനത്തിൽ എത്തിയിട്ടുള്ളത്. സന്തോഷമുണ്ട്. ബാബു വളപ്പായ ജീവന്റെ ജീവനാണ്, ജീവൻ ചാനലിൽ അതിന്റെ ജീവനാണ്. ഞാൻ അതിൽ 2 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ബാബു ഇവിടെ എത്തിച്ചേർന്നതിൽ ബാബുവാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ളത്. ബാബുവിന്റെ സാന്നിധ്യം വിലമതിക്കുന്നു. ചെറിയ ചേട്ടൻ നമ്മുടെ എന്ത് കാര്യത്തിനും, ഞാൻ തുടങ്ങുന്ന ഏത് കാര്യത്തിനും ആദ്യം ചെറിയ ചേട്ടന്റെ കയ്യിലുണ്ടാവും. അപ്പൊ 8 വീടാണ് നമ്മള് ഈ ഒരു വർഷം പണിതു കൊടുത്തത്. അതിലൊരു വീട് വെള്ളർക്കാട് ചെറിയ ചേട്ടൻ പണിതു കൊടുക്കും. ഡയാലിസിസ് യൂണിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് മിഷൻ ചെറിയ ചേട്ടനാണ്. ആക്സ് കൊടുക്കുമ്പോൾ ഗുരുവായൂര് ആദ്യത്തെ ആംബുലൻസ് ചെറിയ ചേട്ടനാണ്. അത് കേടായെന്ന് പറഞ്ഞപ്പോ 2ാമത്തെ ആംബുലൻസ് ചെറിയ ചേട്ടനാണ്. അപ്പൊ അങ്ങനെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഉടനെ തന്നെ അതിനുവേണ്ടി, അതായത് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ചെറിയ ചേട്ടന്റെ വൈഫ് കൂടിയുണ്ട്. ഇവര് നമ്മുടെ ഒരു കുടുംബമാണ്.
അവരുടെ സാന്നിധ്യം വിലമതിക്കുന്നു. ഇവരോട് എത്തിയിട്ടുള്ള മാത്യുചേട്ടൻ്റെ പേര് ആരും പറഞ്ഞില്ല. മനുഷ്യ പുനർജീവൻ കൊടുക്കുന്ന ആള് അതന്നെ അതാണ് സനൽ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ നമുക്ക് വേണ്ടി എന്നും ആ മലയുടെ മുകളിൽ പൂമലയുടെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്. ചിന്നപ്പള്ളിയിലെ കരുണാലയ അല്ലേ, അതാണ് ശാന്തിനികേതനില് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ക്യാൻസർ ബാധിച്ച് ലാസ്റ്റ് സ്റ്റേജിൽ വരെ എത്തുന്ന ആൾക്കാരൊക്കെയാണ് അധികമുള്ളത്. അവര് അവസാന സമയം വരെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സ്. പിന്നെ ലീന പിറ്റോടെ എത്തിയിട്ടുണ്ട്. വഴിയോരത്തുനിന്ന് പറക്കിയെടുക്കുന്ന ധാരാളം പേര് ശുശ്രൂഷിക്കുന്ന അവരോട് എത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇടവക്കാരുടെ കുറേ സുഹൃത്തുക്കളുണ്ട്, ഇടവയിലെ യുവാക്കളുണ്ട്. എല്ലാവരോടും ഈ ഒരു സംരംഭത്തില് നമുക്ക് കൈകോർക്കാം. നമുക്ക് വിശക്കുന്നവന്റെ ഭക്ഷണം എന്ന് പറയുന്നത് അവന്റെ ദൈവമാണ്. വിശക്കുന്ന മനുഷ്യന് അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിന്റെ പേരാണ് ഭക്ഷണം. അതുകൊണ്ട് ഒരു മനുഷ്യൻ വിശക്കുമ്പോ അവൻ ആദ്യം ആഗ്രഹിക്കുക വിശക്കുമ്പോൾ ഭക്ഷണം തരണം, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയെല്ലാം. അപ്പൊ അത് കൊടുക്കാൻ ഈ ഒരു സംരംഭം ഇടയാകുന്നതിലുള്ള സന്തോഷമുണ്ട്. നമ്മുടെ ഈ കാര്യങ്ങൾ മീഡിയ കോർഡിനേഷൻ വന്നത് സനീഷും ടീം അംഗങ്ങളാണ്. എല്ലാവരുടെയും കാര്യങ്ങൾ ഓർത്തു. പിന്നെ കുറേ സ്ഥലത്തുനിന്ന് പല സ്ഥലത്തുനിന്ന് ആൾക്കാരുടെ തിരുവനന്തപുരം അല്ലെ പൊന്നിയോ യെസ്. പിന്നെ ആരാണ് ആലപ്പുഴ വന്നിട്ടുള്ളവരാരാണ്? ആലപ്പുഴ യെസ് അഖിൽ ടീം എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യം ഞാൻ ഓർക്കുന്നു. പ്രത്യേകം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. നന്ദി. അച്ഛൻ പ്രവർത്തിക്കുന്ന ഈ സംരംഭത്തിന് ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും ഇത്തരം പ്രവർത്തികൾക്ക് എല്ലാ ആളുകളും പങ്കാളികളാവണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഈ ക്ലോത്ത് ബാങ്കിന്റെ ഉദ്ഘാടനം എന്നെ ഏൽപ്പിച്ചത് നേരത്തെ ബാബുവേട്ടൻ പറഞ്ഞ പോലെ ഞാനും വിചാരിച്ചത് പരിപാടിക്ക് വരാം എന്ന് പറഞ്ഞപ്പോൾ ലൈജ് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് സാധ്യമായ ഒരു കാര്യമല്ല. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ എത്തിയുള്ളൂ. അപ്പൊ എത്താൻ അച്ഛൻ ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു എത്തണം എന്തായിരുന്നു. ശരി അന്നെത്താം. അങ്ങനെ ഇത്തിരി അല്പം വൈകിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് എത്തുന്നതിനേക്കാൾ മുമ്പ് പറഞ്ഞു ഞാനാണ് ഉദ്ഘാടനം. ആ ഉദ്ഘാടനം ഇങ്ങനെ ഒരു സംരംഭത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ അതിന് യോഗ്യനാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ പോലും എന്നെ ഏൽപ്പിച്ചതിൽ അച്ഛനും അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടിയല്ല, ഇനിയും വലിയ പരിപാടികൾ സമൂഹത്തിൽ ഒട്ടേറെ പിന്നെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഒരുപാടുണ്ട് എന്നറിയാം. നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ അതിന്റെ 60ന്റെ നിറവിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അച്ഛന്റെ മനോമുഖരത്തിൽ വരികയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ മനസ്സുകളും അതിന്റെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ജയ് ഹിന്ദ്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്നോ. അപ്പോൾ നിങ്ങൾക്കുള്ള കൂടുകളാണ് താഴെ ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. കാട നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോൾ അവർ മൊത്തം കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കും. അഡ്രസ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കൂടെടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ നമ്മളിത് 1000 ബിരിയാണി എല്ലാ മാസവും 1-ാം തീയതി ഒന്ന് കൈയടിച്ച് നമുക്കത് ഉദ്ഘാടനം ചെയ്യാം. യെസ്. നിങ്ങളുടെ ഇതിലേക്ക് എത്ര പേരുണ്ട് അവിടെ? 40 പേർക്കുള്ള ബാഗ് തേനാ. 40 പേർക്കുള്ള ബിരിയാണി. യെസ്, താങ്ക് യു. യെസ് ടീച്ചറെ, ഞാൻ അവിടെ ഉണ്ട്. എല്ലാവർക്കും കൊടുക്കണം ബിരിയാണി. ബാബു ഒന്ന് പിടിച്ച ബാബു. യെസ് റൈറ്റ്. എണ്ണ അവിടെ തരും കേട്ടോ. എത്ര പേരെ അവിടെ? ഒരിടത്ത് 40, മറ്റൊരിടത്ത് 35. ആ, അപ്പൊ 75 പേര്. 70. ആ യെസ് തരും. ജാൻസി സിസ്റ്റർ അവിടെ എത്ര പേരുണ്ട് സിസ്റ്റർ? 53 അല്ലേ? യെസ് സിസ്റ്റർ പ്രതിഭ. യെസ് കൊടുത്തോ. ആ യെസ് എടുത്ത യെസ്. ആ ജോസേട്ടൻ ഇപ്പുറത്തേക്ക് ഇനി ആരാണ്? ആ സിസ്റ്റർ അവിടെ സിസ്റ്റർ മെന്റൽ ഹോമും മറ്റേ സെന്റ് ജോസഫ് അല്ലേ? ആ അവിടെ കൊടുത്തു. യെസ് ഓക്കെ. അച്ഛൻ വന്നിട്ടുണ്ട്. അലക്സ് അച്ഛൻ. ആ ശരി അച്ഛാ, സന്തോഷം. യെസ് മനോജ് കത്തിരി.
ഇതവിടെ വെച്ച് അപ്പോൾ നടക്ക് കയറി കയറി കയറി. അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ് ബാങ്ക്. അപ്പോൾ പ്രിയമുള്ളവരെ, ക്ലോത്ത് ബാങ്ക് വേഴ്സസ് ഫുഡ് ബാങ്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ ചെയർമാൻ വത്സനാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത്. ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചത് ജീവൻ ടിയുടെ ചീഫ് ന്യൂസ് കോർഡിനേറ്റർ ബാബു വളപ്പായ, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് ചെയർമാൻ ചെറിയൻ ചേട്ടൻ, മറ്റെല്ലാവരുടെയും സാന്നിധ്യത്തോടു കൂടെ ക്ലോത്ത് ബാങ്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇത് ഇന്ത്യയിൽ തന്നെ നമ്മുടെ വീടുകളിലിരിക്കുന്ന വസ്ത്രങ്ങളുടെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ ജില്ലകളിലും ഇത് പ്രായോഗികമാക്കണം. നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഡ്രസ്സുകൾ നിങ്ങൾ തന്നുവിട്ട ഡ്രസ്സാണ്. എല്ലാം അഴിച്ചു നോക്കി കേടുള്ളതെല്ലാം മാറ്റി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ കടങ്ങോട് ഉണ്ണിമിശ്യ പള്ളിയിലെ കൈക്കാരന്മാരും ഇവിടെയുള്ള സഹപ്രവർത്തകരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഈ കോവിഡ് കാലത്ത് നമുക്കൊരു നന്മയും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതരുത്. ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് 1000 അഗതികൾക്ക്, അതായത് അഗതി മന്ദിരങ്ങളിൽ കഴിയുന്നവരെ അഗതികളാണ്, അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. അഗതി മന്ദിരങ്ങൾ നടത്തുന്നവരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. നിങ്ങളുടെ ആഘോഷങ്ങൾ ഇനി അഗതി മന്ദിരങ്ങളിലെ അന്തേവാസികളോടുകൂടെ ആയിരിക്കട്ടെ. നിങ്ങളുടെ അമ്മയുടെ ചരമവാർഷികം, നിങ്ങളുടെ മക്കളുടെ വിവാഹം ഒരു ചെലവുമില്ലാണ്ട് കോവിഡ് കാലത്ത് നടത്തുമ്പോൾ ഇവർക്ക് ബിരിയാണി കൊടുത്ത് അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയണം. മാസത്തിൽ 1-ാം തീയതി ഡ്രൈ ഡേ ആണ്. എന്നാൽ ഈ അന്തേവാസികൾക്ക് അന്ന് ഹാപ്പി ഡേ ആയിട്ട് മാറുകയാണ്. ഈ സംസ്കാരത്തിന് ഇന്നത്തെ 1000 ബിരിയാണി തരുന്ന മനു പിതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 100 ചില്ലാനം മാസങ്ങൾക്ക് വേണ്ടതായ സ്പോൺസേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. എല്ലാവരും തയ്യാറാണ്. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തും. കാണണം എങ്ങനെയാണ് ഈ ഡ്രസ്സുകൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഡ്രസ്സുകൾ ഇവിടെ ഷോറൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഡിസംബർ 1-ാം തീയതി നമ്മുടെ ലക്ഷ്യം ചാലക്കുടിയിലെ അടുത്ത ക്ലോത്ത് ബാങ്കിന്റെ ഉദ്ഘാടനമാണ്. അങ്ങനെ എല്ലാ മാസവും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ക്ലോത്ത് ബാങ്കുകൾ ഉണ്ടാകട്ടെ. വിശക്കുന്നവൻ ആരും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. വസ്ത്രത്തിന് ബുദ്ധിമുട്ടുന്നവൻ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ ആ ഡ്രസ്സുകള്, ഗൗണുകള് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരിക. മാത്രമല്ല, നിങ്ങളുടെ വീടുകളിലെ പഴയ സാധനങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നാൽ ഞാൻ ഈ കേരളത്തിലെ എല്ലാ അഗതി മന്ദിരങ്ങളിലേക്കും ജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. പഴയ സാധനങ്ങളായ നമ്മുടെ പഴയ കാറ്, പഴയ വീട്, പഴയ വീടായാല് ആയിക്കോട്ടെ, പഴയ സ്കൂട്ടർ, പഴയ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇങ്ങോട്ട് അയച്ചു തരാം. അഡ്രസ്സ് ഇതിൽ വരും. പക്ഷെ ഒരു സാധനം മാത്രം ഞാൻ എടുക്കില്ല. നിങ്ങൾ വിചാരിക്കും അപ്പനമ്മമാരാണെന്ന്. അവരെ ഞാൻ എടുക്കും. പക്ഷെ പഴയ സ്വർണം എന്നെ കൊണ്ട് എടുപ്പിക്കരുത്, ഞാൻ എടുക്കില്ല. പഴയ സ്വർണം മാത്രം എടുക്കില്ല, ബാക്കിയൊക്കെ നിങ്ങൾ അയച്ചു തന്നോളൂ. അങ്ങനെ കേരളത്തിലെ പട്ടിണിയില്ലാത്ത ഒരു കേരളം, കേരള പിറവി പട്ടിണിയില്ലാത്ത കേരളത്തിനായി മാറ്റിവെക്കുന്നു. നിങ്ങളുടെ ഫോൺ കോളുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു. ഈ ഡ്രസ്സ് നിങ്ങൾക്ക് എത്ര രൂപയാണ് അവിടെ? 100 രൂപയ്ക്കാണ് ഈ ഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടുന്നത്. അടിക്കാൻ തന്നെ വരും 200 രൂപ. ഇതൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങൾ ഈ കാണുന്നതല്ല. ഇത് സെഗ്രിഗേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിങ്ങനെ 1000കണക്കിന് ബണ്ടിലുകളാണ് എല്ലാ സ്ഥലത്തു നിന്നും വരുന്നത്. നിങ്ങൾക്ക് ഇത് ഇവിടേക്ക് അയക്കാം. ഓക്കെ, ഇതിവിടെ നമ്മൾ ഈ ഡ്രസ്സുകളെല്ലാം തരംതിരിക്കുന്ന സ്ഥലമാണ്. സാരി, കുട്ടികളുടേത്, പാൻസ്, ടീഷർട്ട് ഒക്കെ തരംതിരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നതെല്ലാം. ഈ ഹോള് മുഴുവൻ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കേരളത്തിലെ എന്നിട്ട് ഇതെല്ലാം നമ്മൾ റാക്കറ്റുകൾ തിരിക്കുകയാണ്. നേരത്തെ നിങ്ങൾ കണ്ട സ്ഥലം ഷോറൂമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലോത്ത് ബാങ്ക് വേഴ്സസ് ഫുഡ് ബാങ്ക് എന്ന് പറയേണ്ട അർത്ഥം. ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. നമുക്ക് ഇവിടേക്ക് അയൺ ബോക്സ്, അതുപോലെ തന്നെ ഈ സ്റ്റിച്ചിങ് മെഷീൻ ഒക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുകയാണ്. ഇത് കട്ടിംഗ് ടേബിളാണ്. ഇവിടെ നിങ്ങൾ തരുന്ന സാരികൾ അത് കട്ട് ചെയ്ത് ചുരിദാരാക്കുന്നു, പാവാടയാക്കുന്നു. തയ്യൽ മിഷൻ, ഇതൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തതാണ്. ഇതുപോലെ നിങ്ങൾക്കും പല കാര്യങ്ങളും ചെയ്യാം. അങ്ങനെ കേരളം പട്ടിണി വിമുക്ത കേരളമാക്കിയിട്ട് നമുക്ക് മാറ്റാം. നിങ്ങൾ തന്ന വസ്ത്രങ്ങൾ
അത് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതുവഴിയിട്ട് 1000 പേർക്ക് നമ്മൾ ബിരിയാണി കൊടുക്കണം ഈ അഗതി മന്ദിരങ്ങളിലും നമ്മുടെ ഈ പൂരപ്പറമ്പിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്. യെസ്, ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ശരി കേട്ടോ.